ഹായ് ഹലോ, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ കറിയാണ്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 സ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് ഇളക്കി ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ആ സമയത്ത് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഞാൻ അടുപ്പിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ചിക്കൻ മസാല 1/2 സ്പൂണും, ഒരു കറുവപ്പട്ട, 3 ഗ്രാമ്പു, 1 ഏലക്ക എടുത്തിട്ടുണ്ട്, 2 വലിയ സവോള എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 ചെറിയ തക്കാളി അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലൊരു പാത്രം വെച്ച് അത് ചൂടായി വരുമ്പോൾ 4-5 വലിയ സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതൊന്ന് ചൂടായി വരട്ടെ. അത് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് കൊടുക്കണം. അതിനുശേഷം സവാള ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പിടുന്നത് ഒന്ന് വഴണ്ട് വരാനായിട്ടോ പെട്ടെന്ന്. അതിനുശേഷം പച്ചമുളക് ഇടുക. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇടണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വഴണ്ട് നല്ലപോലെ ഒന്ന് സവാളയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇട്ട് കൊടുത്ത് നല്ലപോലെ തക്കാളി വെന്ത് ഉടഞ്ഞ് വരണം. തക്കാളി വെന്തുടഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പൊടികളെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരുന്ന ചിക്കനും കൂടി അതിലോട്ടിട്ട് നല്ലപോലെ ആ മസാല ചിക്കനിലൊക്കെ പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ വേകാൻ വേണ്ടിയിട്ടുള്ള ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വെച്ച് നമുക്ക് അരമണിക്കൂർ മതിയാവും. വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം.